നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GPS-നെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് DGPS ആണ്. DGPS എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. DGPS എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. GPS സിഗ്നൽസും റിയൽ ടൈം പൊസിഷനും കാണിക്കുന്ന പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് മെച്ചപ്പെടുത്തുന്നതിനും രേഖപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് DGPS അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് GPS വഴി സാറ്റലൈറ്റ് വഴി നമ്മൾ സിഗ്നൽസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഈ GPS സിഗ്നൽസും ആ സിഗ്നൽസ് എത്താനെടുക്കുന്നൊരു സമയമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ റിയൽ ടൈം പൊസിഷനും കാണിക്കുന്ന പോയിന്റ്സുകൾ തമ്മിൽ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ടോർച്ച് നമ്മൾ അടിക്കുമ്പോൾ ആ ടോർച്ചിൻ്റെ വെളിച്ചം എത്താനെടുക്കുന്നു, നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് നമ്മളൊരു എന്താ പറയുക, കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഇത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എടുക്കാനായിട്ട് നമുക്കൊരു സമയം എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും വരുന്ന ആ ഒരു സിഗ്നൽസ് വരുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ആ റിയൽ ടൈമിൽ വരുന്ന പൊസിഷനും തമ്മിലുണ്ടാകുന്ന മൈന്യൂട്ടായിട്ട് വരുന്ന എററുകൾ, ആ എററുകളെ എന്ത് ചെയ്യാൻ മെച്ചപ്പെടുത്താനും രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ പറഞ്ഞ DGPS എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി GPS-ഉം DGPS-ഉം തമ്മിൽ റീഡ് ചെയ്യുന്നതിന് ചെറിയ ഡിഫറൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അല്ലേ. അത് ഡയറക്റ്റ് വരുന്നു, ഇതാ വരുന്നതിൻ്റെ റീഡിങ്സിനെ കുറച്ചും കൂടി ആക്യുറസി ആയിട്ട് മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ GPS-ഉം DGPS-ഉം തമ്മിൽ റീഡ് ചെയ്യുന്നതിന് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നു. DGPS റിയൽ ടൈം ഡാറ്റയാണ് തരുന്നത്. DGPS നമുക്ക് തരുന്നത് റിയൽ ടൈം അറ്റ് എ ടൈമിൽ വരുന്ന ലൈവ് ഡാറ്റയാണ് നമുക്ക് തരുന്നത്. GPS-ൽ നിന്നുള്ള പൊസിഷൻ റീഡിങ്സിലെ തിരുത്തലുകൾ തിരിച്ചറിയാൻ DGPS ഉപയോഗിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഈ റിയൽ ടൈം നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. നമുക്ക് ആ സിഗ്നൽസ് വന്ന് നമ്മുടെ ഇതിലേക്ക് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് ആ സമയത്ത് വരുന്ന റിയലായിട്ട് നടക്കുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന മൈന്യൂട്ട് എററുകളെ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കി കറക്റ്റായിട്ടുള്ള ഒരു ആ റിയൽ ഡാറ്റ നമുക്ക് തരാനായിട്ട് ഈ DGPS സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിയൽ ടൈമാണ് നമുക്ക് DGPS നമുക്ക് തരുന്നത്. ലാൻഡ് സർവേ ചെയ്യുന്ന സമയത്ത് സ്ഥാനനിർണ്ണയത്തിനും ആക്യുറസി ഇൻക്രീസ് ചെയ്യുന്നതിനും നമുക്ക് ഉപയോഗിക്കുന്നു. ആക്യുറസി ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നു? DGPS ഉപയോഗിക്കുന്നു. അതിൻ്റെ കൃത്യത വളരെയധികം കൃത്യതയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള പൊസിഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ DGPS ഉപയോഗിക്കുന്നതാണ്. DGPS-ന് അതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് DGPS-ന് 2 റിസീവറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. DGPS-ന് 2 റിസീവറുകളുണ്ട്. ഒന്ന് റഫറൻസ് റിസീവറും രണ്ടാമത്തേത് റോവർ റിസീവറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി GPS-ന് ഒരു റിസീവറാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, റിസീവർ പറഞ്ഞു അല്ലേ. പക്ഷെ DGPS-ന് 2 റിസീവറുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് റഫറൻസ് റിസീവർ. ഈ റഫറൻസ് റിസീവറാണ് എന്തിലുള്ളത്? GPS-ലുള്ളത്. ഇതിലെന്തും കൂടി ഉണ്ടെന്ന് പറയുന്നു, റോവർ റിസീവറും കൂടി. അങ്ങനെ 2 റിസീവറുകളാണ് എന്തിലുള്ളത്? DGPS-ൽ ഉള്ളത്. ഇനി റഫറൻസ് റിസീവർ സ്വീകരിക്കുന്ന റെസിഡ്യൂ റേഞ്ചിനെ കറക്റ്റ് ചെയ്യാം. അതായത് റിസീവർ വഴി ഏത് റേഞ്ചിനെ ഏത് ക്യാപ്സിലും ഈ റോവർ റിസീവർ വഴി നമുക്കത് കറക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതായത് ഈ തെറ്റായിട്ട് കാണിക്കുന്ന റീഡിങ്ങുകളുണ്ടാവും. ഏതെങ്കിലും തരത്തിൽ അത് വരുന്ന മിസ്റീഡിങ്, എന്തെങ്കിലും തരത്തിലുള്ളൊരു മിസ്റീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ DGPS അതിനെ കറക്റ്റ് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. DGPS-ന് ഗ്ലോബൽ റേഞ്ച് ഇല്ല. അതാണ് പ്രത്യേകത. അതായത് DGPS-ന് ഗ്ലോബൽ റേഞ്ച് അല്ല എടുക്കുന്നത്, അത് ലോക്കൽ റേഞ്ചാണ് എടുക്കുന്നത്. GPS-ൽ നമ്മൾ ആ മൊത്തം ഗ്ലോബൽ റേഞ്ചാണ് വരുന്നത്. പക്ഷേ DGPS-ൽ ലോക്കലൈസേഷൻ റേഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ലോക്കാലിറ്റിയിൽ വരുന്ന റിയൽ ടൈമും അതിൻ്റെ പൊസിഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്.
അപ്പോൾ ഇതാണ് GPS DGPS തമ്മിലുള്ള മെയിനായിട്ടൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. 2 റിസീവർ ഉണ്ട് DGPSന്, GPS ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറഞ്ഞു വന്നേ, ഈ GPS റഫറൻസ് റിസീവർ വഴി എത്തുന്ന ആ ഒരു റിസൾട്ടിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു മിസ്റീഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് റോവർ റിസീവർ വഴി കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് ആ ഇൻഫർമേഷൻ കൈമാറാനായിട്ട് പറ്റുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ GPS എന്ന് പറയുന്നത് ഗ്ലോബൽ റേഞ്ചും DGPS എന്ന് പറയുന്നത് ലോക്കലൈസേഷൻ റേഞ്ചുമാണ് നമ്മൾ ചെയ്യുന്നത്. ലോക്കലൈസേഷൻ കോർഡിനേറ്റ്സുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് അതിൻ്റെ റീഡിങ്ങുകൾ എടുക്കുന്നത്. ഇനി DGPSൻ്റെ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ലോക്കൽ ഇതായതുകൊണ്ട് തന്നെ, ലോക്കൽ റിക്വയർമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് കോസ്റ്റ്ലി ആണ്, മോർ ആക്യുറസി ആണ്, അതോടൊപ്പം തന്നെ എക്സ്പെൻസീവ് ആണെന്നാണ് നമ്മോട് പറയുന്നത്. GPS-നേക്കാളും എക്സ്പെൻസീവ് ആണ് DGPS എന്നാണ് പറയുന്നത്. അപ്പോൾ DGPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPS-ൽ നിന്ന് കിട്ടുന്ന വരുന്ന ആ ഒരു സിഗ്നൽസും നമ്മുടെ ഒറിജിനൽ റിയൽ ടൈമും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഒരു സംവിധാനമാണ് DGPS എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആക്യുറസിയിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ GPS-ൽ എന്തുണ്ട്, ഒരു റിസീവറും DGPS-ൽ 2 റിസീവറുകളും ഉണ്ടെന്ന് പറയുന്നു. പിന്നെ റീഡ് ചെയ്യുന്നതും അത് ഡാറ്റ ഇൻഫോർമേഷൻ കൈമാറി ചെയ്യുന്നതുമായിട്ടുള്ള പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ GPS ആൻഡ് DGPS. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ മുകളിൽ പറയുന്ന ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. എന്താണ് DGPS എന്ന് പറയുന്നത്? GPS-ഉം DGPS-ഉം തമ്മിലുള്ള ഡിഫറൻസ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ ചുരുക്കപ്പേരാണ് GPS. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ DGPS എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ ചുരുക്കപ്പേരാണ് DGPS എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ക്ലസ്റ്റർ ഓഫ് സാറ്റലൈറ്റിൽ നിന്ന് മാത്രമാണ് GPS ഡാറ്റ നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഒരു ക്ലസ്റ്റർ ഓഫ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം സാറ്റലൈറ്റുകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ GPS-ൽ ഇൻഫോർമേഷൻ കിട്ടുന്നത്. എന്നാൽ DGPS-ൽ അങ്ങനെ എത്രയാ 2 അതിലധികമോ ക്ലസ്റ്റർ ഓഫ് സാറ്റലൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി DGPS-നേക്കാൾ ലെസ് എക്സ്പെൻസീവ് ആണ്. GPS എക്സ്പെൻസീവ് കുറവാണ്, DGPS എക്സ്പെൻസീവ് കൂടുതലാണ്. പിന്നെന്താ പറയുന്നത്, GPS-ന് ഗ്ലോബൽ റേഞ്ചാണ്, DGPS-ന് ലോക്കലൈസ്ഡ് റേഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ GPS റഫറൻസ് റിസീവർ എന്ന ഒറ്റ റിസീവർ മാത്രമാണ്. എന്നാൽ DGPS-ൽ 2 റിസീവറുകളുണ്ട്, ഒന്ന് റഫറൻസ് റിസീവറും ഒന്ന് റോവർ റിസീവറും. ഇത്രയും 5 പോയിന്റുകളാണ് നമുക്ക് ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ GPS ആൻഡ് DGPS എന്ന് പറയുന്നത്. അവിടെ അഡ്വാൻറ്റേജ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്, DGPS സിസ്റ്റം ഏത് എൻവയറമെൻറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള എൻവയറമെൻറ്റിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഹാഷ് ആൻഡ് റഫ് ആയിട്ടുള്ള ടെറിയൻസ് ആയിട്ടുള്ള ഹില്ലി ഏരിയ, അല്ലെങ്കിൽ വെറ്റ് പ്ലേസ്, മാർഷ് ലാൻഡ്, അല്ലെങ്കിൽ റേസിങ് ഏരിയ, അങ്ങനെ ഏത് മേഖലയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് DGPS ഉപയോഗിക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ DGPS ആക്യുറേറ്റ് ആയ റീഡിങ്സ് നൽകുന്നത് ഓരോ മില്ലിമീറ്ററിൽ പോലും അത് കറക്റ്റ് ആക്കുന്നു എന്നാണ് പറഞ്ഞത്. അത്രയും ആക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ റീഡിങ്സ് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ടോട്ടൽ പോലുള്ള മറ്റ് സർവേ ഇൻസ്ട്രുമെൻസിനേക്കാളും നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ ടോട്ടൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാനും പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് GPS എന്ന് പറയുന്നത്. അപ്പോൾ GPS അല്ല DGPS. അപ്പോൾ GPS DGPS എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്തത് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ്റലൈറ്റ് ഓർ എയർക്രാഫ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതുമായ റേഡിയേഷൻ മെഷർ ചെയ്യുന്നതിലൂടെ ഒരു ഏരിയയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല കേട്ടോ. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല, അതൊരു പ്രോസസ്സാണ്, അതൊരു പ്രക്രിയയാണ്. എന്താണ് ആ പ്രക്രിയ? സാറ്റലൈറ്റ് ഓർ എയർക്രാഫ്റ്റിൽ നിന്ന് ലഭിക്കുന്ന നമ്മുടെ ആ ഒരു റിഫ്ലക്ഷൻ, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു റേഡിയേഷൻ ഉണ്ടല്ലോ, ആ ഒരു റേഡിയേഷൻ നമ്മൾ റേഡിയോ നാവിഗേഷൻ എന്നൊക്കെ പറഞ്ഞു.
ഈ റേഡിയേഷൻ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ലൊക്കാലിറ്റി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അത് മാത്രമല്ല, അത് ആ ഒരു പ്രദേശത്ത് ഏതാണോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സിഗ്നൽ കൊടുക്കുന്ന ആ പ്രദേശത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരെ നമുക്ക് കിട്ടുന്നു. അതായത് അതിൻ്റെ ആ പ്രദേശത്തിൻ്റെ സവിശേഷത, അതെങ്ങനെയുള്ള പ്രദേശമാണ്, ഉയർന്നതാണോ താഴ്ന്നതാണോ വെള്ളം കൂടുതലാണോ, അല്ലെങ്കിൽ ആ ഒരു സവിശേഷത കൂടി നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് എവിടെയാണോ നമ്മൾ ആ ഒരു ഇത് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കണ്ടെത്താനും നിരീക്ഷിക്കാനും പറ്റുന്ന ആ ഒരു ക്രമീകരണം, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നു. റിമോട്ട് സെൻസിങ്ങിന് ഏറ്റവും വലിയ ഉദാഹരണം ഹ്യൂമൻ ഐ എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു സ്ഥലം നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പോലെയുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് എന്തിലൂടെ കാണാൻ പറ്റും? റിമോട്ട് സെൻസിങ്ങിലൂടെ നമുക്ക് ആ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് യൂസർക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓഫ് റിമോട്ട് സെൻസിങ്. ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ടാർഗറ്റ്, അതുപോലെ എനർജി സോഴ്സ്, ട്രാൻസ്മിഷൻ പാത്ത്, സെൻസർ. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് റിമോട്ട് സെൻസിങ്ങിനുള്ളത്. ടാർഗറ്റ്, എനർജി സോഴ്സ്, ട്രാൻസ്മിഷൻ പാത്ത്, അതുപോലെ തന്നെ സെൻസർ. ഇനി എന്താണ് ടാർഗറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു. സിസ്റ്റത്തിലെ കമ്പോണൻസ് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരാതെ ടാർഗറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പോൾ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത് ആ ടാർഗറ്റിൻ്റെ അതായത് ഇപ്പോൾ ഒരു ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരാതെ തന്നെ നമുക്ക് ആ ടാർഗറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ മെഷർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ടാർഗറ്റ് ഏതാണോ നമ്മുടെ ടാർഗറ്റ് ആ ടാർഗറ്റിൻ്റെ മെഷർമെൻറ്റുകളും ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എനർജി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതോ ഇല്ലുമിനേറ്റ് ചെയ്യുന്നതോ ടാർഗറ്റിൽ നിന്ന് സെൻസറിലേക്ക് ഇൻഫോർമേഷൻ കൈമാറുന്നതിനുള്ള ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു എനർജിയാണ്. ഈ എനർജി എന്താണ് ചെയ്യുന്നതെന്നാണ് നമ്മോട് പറഞ്ഞത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്താണ് ചെയ്യുന്നത്? ഈ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതോ ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന ആ ടാർഗറ്റിൽ നിന്ന് സെൻസർ ചെയ്യുന്ന, ഇപ്പം നമ്മൾ ടാർഗറ്റിലേക്ക് അത് ഇൻഫോർമേഷൻ കൊടുത്ത് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സെൻസർ കിട്ടുന്ന ആ ഒരു ഇൻഫോർമേഷൻ കൈമാറുന്നതിനുള്ള ഒരു മീഡിയമായിട്ടാണ് ഈ എനർജി സോഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് കൊടുത്തു, ആ ടാർഗറ്റിലെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതിനുള്ള ഒരു എനർജി സോഴ്സായിട്ട് നിൽക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ഈ എനർജി സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാനൊരു ടാർഗറ്റ് കൊടുത്തു, ആ ടാർഗറ്റ് കൊടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത്, ആ ഇൻഫോർമേഷൻ എനിക്ക് ലഭ്യമാവുന്ന രീതിയിലുള്ള ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ എനർജി സോഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ടാർഗറ്റ് ചെയ്തു നമ്മൾ, എന്നിട്ട് പിന്നെ എനർജി സോഴ്സ് വഴി എനിക്ക് അതിൻ്റെ എന്ത് കിട്ടി? ഇൻഫർമേഷൻ കിട്ടുന്നു. അടുത്താണ് ട്രാൻസ്മിഷൻ പാത്ത് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്മിഷൻ പാത്ത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മാഗ്നറ്റിക് എനർജി സോഴ്സിനും അതുപോലെ തന്നെ ടാർഗറ്റിനും ഇടയിലുള്ള സ്പേസ് സെൻസറിലേക്ക് തിരികെ